ഞങ്ങളെല്ലാവരും ഈ 6 മണി സമയത്ത് എവിടേക്കാണെന്നല്ലേ? പണ്ട് ദക്ഷൻ നടത്തിയ യാഗത്തിന് ക്ഷണിക്കാതെ പോയി അഭിമാനിതയായ സതീദേവി ആത്മാഹുതി ചെയ്ത സ്ഥലത്തേക്കാണ്. ഉത്തര കേരളത്തിലെ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക്. ബാവേലി പുഴയിൽ മുങ്ങിക്കുളിച്ചതിനു ശേഷം ഈറനോടെ ക്ഷേത്രത്തിലേക്ക് നടന്നു. പ്രദക്ഷിണ വഴിയിൽ ജലം ഒഴുകിയിരിക്കണമെന്ന് ആചാരമായി നിബന്ധനയുള്ള ഏക ക്ഷേത്രം. ത്രിമൂർത്തികളും 30 മുക്കോടി ദേവതകളും ഒന്നിച്ചുകൂടി ദക്ഷയാഗം നടന്ന ഇടം. സ്വയംഭൂവായി ശിവഭഗവാനും ശക്തി ചൈതന്യമായി പാർവതി ദേവിയും കുടികൊള്ളുന്ന സ്ഥലം. അതിനു ചുറ്റുമായി ഒഴുകുന്ന തിരുവഞ്ചിറയിലൂടെ നടന്ന് പ്രകൃതി ഈശ്വരിലേക്ക് അലിഞ്ഞു ചേരുന്ന ആ കാഴ്ചകൾ കണ്ട് തൊഴുവാൻ 28 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവം. ജൂൺ 20 വരെ മാത്രമാണ് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. നീണ്ട 1 മണിക്കൂർ വരി നിന്നതിന് ശേഷമാണ് ഭഗവാന്റെ സന്നിധിയിൽ എത്താൻ സാധിച്ചത്. ഞങ്ങൾ 14 പേര് പോയിട്ട് ഞങ്ങൾ 3 പേര് മാത്രമാണ് ഒന്നിച്ചെത്തിപ്പെടാൻ പറ്റിയത്. അത്രയ്ക്കും തിരക്കായിരുന്നു. ഭഗവാനെ കണ്ട് വലം വെച്ചതിന് ശേഷം ഇവിടെ നിന്നും കിട്ടുന്ന തീർത്ഥജലം കുടിച്ചു. ഈ വെള്ളത്തിന് എന്താ പറയുന്നത് എന്ന് എനിക്കറിയില്ല. അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ. അക്കരെ കൊട്ടിയൂർ തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ ഇക്കരെ കൊട്ടിയൂർ തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നീണ്ട വരി നിന്ന് ഞങ്ങൾ അന്നദാനവും വാങ്ങിക്കഴിച്ചു. തിരിച്ചു മടങ്ങുമ്പോൾ ഇവിടുന്ന് മാത്രം കിട്ടുന്ന ഓടപ്പൂവും വാങ്ങിയിട്ടായിരുന്നു മടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.